ഒന്നും അറിയില്ല. ഞാൻ ലാസ്റ്റ് ഇങ്ങനെ പിടിച്ചിരുന്ന് പാടി. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഹമ്മ ഹമ്മ മറ്റേ തൊഴിലയോടെ ഇങ്ങനെ നിന്ന് പാടുന്നത്. എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സ്റ്റാർ സിംഗറിലെ കണ്ടസ്റ്റന്റ് ആയ ദിൽരാജ് ആണ്. ദിൽരാജ്, വെൽക്കം ടു ദി ക്രിയേറ്റീവ് ബെഞ്ച്. നമ്മള് ഒത്തിരി നാളായിട്ട് ഈ ഒരു ഇന്റർവ്യൂ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ദിൽരാജ് ഭയങ്കര ബിസി ആയിരുന്നു. സോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? നല്ല വിശേഷങ്ങൾ. നന്നായി പോകുന്നു. അതുപോലെ കോമ്പറ്റീഷൻ നന്നായി പോകുന്നു. പ്രാക്ടീസും ഒക്കെ നന്നായി പോകുന്നുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ദിൽരാജിന്റെ നേറ്റീവ് പ്ലേസ് എവിടെയാണ്? എന്റെ നേറ്റീവ് പ്ലേസ് ഹോം ടൗൺ ശരിക്കും തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. ബോൺ ആൻഡ് ബോട്ടം തൃശ്ശൂരാണ്. ഞാൻ തൃശ്ശൂരാണ് ഹോം ടൗൺ എങ്കിലും ഞങ്ങള് കുറച്ച് നാള് ഗൾഫിലായിരുന്നു. ബഹ്റൈനിലായിരുന്നു 2005 വരെ. 2005 മിഡ് ആയപ്പോൾ ഞങ്ങള് തിരിച്ചു നാട്ടിലേക്ക് റീസെറ്റിൽ ചെയ്തു. എങ്ങനെയാണ് ഈ മ്യൂസിക്കിലേക്കുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്? വളരെ കൊച്ചിലെ തന്നെ ഞാൻ പാടുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ ചോദിച്ചു മ്യൂസിക് ക്ലാസ്സിന് ചേരാൻ താല്പര്യമുണ്ടായി. കാരണം അന്ന് എൻ്റെ ചേച്ചിമാരും പാടുമായിരുന്നു. അവരും ഓൾറെഡി മ്യൂസിക് ക്ലാസ്സിൽ പോയിരുന്നു. അപ്പോൾ ഞാനതിന് കേട്ട് ഇങ്ങനെ കൂടെ പാടായിരിക്കും ചിലപ്പം. പിന്നെ നമുക്ക് അങ്ങനെ ഒരു വാസന ഉണ്ടെന്ന് വീട്ടുകാർ അറിഞ്ഞപ്പോൾ അപ്പം അമ്മ ചേർന്നോ എന്ന് ചോദിച്ചു. അമ്മ ആയേക്കാം, ചുമ്മാ വെറുതെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ച് ഞാനൊന്നും ചേർന്നു. പിന്നെ അവിടെ അങ്ങോട്ട് ആദ്യം പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? ഏറ്റവും ആദ്യം പാടിയ പാട്ടല്ലേ, ഞാൻ വളരെ കൊച്ചായിരുന്നു. ഇതും ആക്ച്വലി മ്യൂസിക് ക്ലാസ്സിന് മുന്നേ ആയിരുന്നു. ഒരു ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷന് പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു, വേദത്തിലും ശ്രീകാരത്തിലും പാട്ട്. ഫാമിലി ആരാ ഏറ്റവും സപ്പോർട്ട്? ഇപ്പൊ ചേച്ചിമാര് പാട്ട് പാടുന്നു പറഞ്ഞു. അപ്പൊ ആരാണ് വീട്ടിൽ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ട് നിന്നത് ഈ ഒരു ജേർണിയിൽ? എന്റെ പാട്ട് അവരെല്ലാരും അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു, എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു. പിന്നെ നാച്ചുറലി എല്ലാ മലയാളി ഹൗസ് ഹോൾഡിലുള്ള പോലത്തെ ഒരു കൺസേൺസ് ഉണ്ടാവുമല്ലോ. മ്യൂസിക് ഒരു സസ്റ്റൈനബിൾ പ്രൊഫഷൻ ആണോ, അങ്ങനെ ഒരു കരിയർ ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ള അവരുടെ ഒരു വേവലാതി ഉണ്ട് നാച്ചുറലി. പക്ഷെ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല അവർക്ക്. അതുകൊണ്ട് സോ ഫാർ സോ ഗുഡ്. സ്റ്റാർ സിംഗറിലേക്ക് വന്നതും ആ ഒരു ജേർണിയെ കുറിച്ച് ഒന്ന് പറയാമോ? സ്റ്റാർ സിംഗറിലേക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പണ്ട് കുറച്ച് റിയാലിറ്റി ഷോസിലൊക്കെ പോയി. പിന്നെ അന്ന് ഞാനൊരു റണ്ണറപ്പ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചു റിയാലിറ്റി ഷോസിന് എനിക്കധികം ഇനി നേടാനില്ല, എനിക്ക് പഠിക്കാനില്ല, ഇനി വേറെ എന്തെങ്കിലും പുതിയ എക്സ്പീരിയൻസസ് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചിട്ട് ഞാനങ്ങനെ ലൈവ് ഷോസും കോമ്പോസിങ്ങും മ്യൂസിക് പ്രൊഡക്ഷൻ, സൗണ്ട് എഞ്ചിനീയറിങ് അങ്ങനത്തെ ഒക്കെ ഒരു ടെക്നിക്കൽ ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലൈനിലേക്ക് തിരിഞ്ഞു. പിന്നീട് കുറെ നാൾക്ക് ശേഷമാണ് എന്നെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചോളി, നീ ചുമ്മാ ഒന്ന് പോയി നോക്ക്, നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റാർ സിംഗറിന്റെ ഓഡീഷന് പോയി. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഗിറ്റാറൊക്കെ വായിച്ച് പാടി തന്നെ വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. അത് ഒരു വെറൈറ്റി ആയിരുന്നല്ലോ. അങ്ങനെ സ്റ്റാർ സിംഗറിൽ ഓഡീഷൻ കടന്നു ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, ബട്ട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിയാലിറ്റി ഷോസ്, കോമ്പറ്റീഷൻ, മ്യൂസിക് ഒരു കോമ്പറ്റീഷൻ ഐറ്റം പോലെ എനിക്ക് കാണാൻ തീരെ താല്പര്യമില്ല. ദേർസ് എ ലോട്ട് ഓഫ് സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഇൻവോൾവ്. പിന്നെ ഒരുപാട് കോമ്പറ്റീറ്റീവ് ആവുമ്പോഴും നമ്മൾ ഇറ്റ് കുഡ് ഗെറ്റ് ടു എ പോയിന്റ് നമ്മൾ വിചാരിക്കും നമ്മൾ എന്തിനീ ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ട് എന്തിനത് ചെയ്യുന്നത് എന്നുള്ളൊരു പോയിന്റ് വരെ എത്തിയേക്കാം. ഇറ്റ് ഈസ് എ ഹെൽത്തി കോമ്പറ്റീഷൻ. അതെ, അതല്ല ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ദാറ്റ്സ് വൈ ഐ എം നോട്ട് റിയലി ഇൻടു കോമ്പറ്റീഷൻസ് എന്നുള്ളതാണ്. പക്ഷേ സ്റ്റാർ സിംഗറിൽ വന്നപ്പം ഇറ്റ് വാസ് എ ടോട്ടലി ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ. ഞാൻ പണ്ടത്തെ പോലെയല്ല. ആൻഡ് ഓൾസോ ആൾക്കാരിലേക്ക് നമുക്ക് ഒന്നും കൂടി നമ്മൾ സ്വീകാര്യമാവാണ്, നമ്മൾ നല്ലൊരു റിസപ്ഷൻ കിട്ടുകയാണെന്ന് എനിക്ക് കണ്ടപ്പം ഐ ഫെൽറ്റ് ലൈക്ക് ദിസ് ഈസ് വെരി വർത്ത് ദ എഫേർട്ട് എന്ന് പറയാം. അപ്രീസിയേഷൻസ് ഒക്കെ കിട്ടുന്ന വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വൈറലാണ്. നല്ല നല്ല പാട്ടുകൾ പാടി അതിന് അപ്രീസിയേഷൻസ് കിട്ടുന്നു, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മാർക്ക് കിട്ടുന്നു. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പിറകിലുള്ള ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊന്നും അറിയാം. കാരണം
എല്ലാ അസ്പയറിംഗ് ആയിട്ടുള്ള സിംഗേഴ്സിനും ദിസ് ഇസ് നോട്ട് എൻ ഈസി പ്ലാറ്റ്ഫോം എന്നറിയാം. പക്ഷെ അതിന്റെ പുറകിലുള്ള സ്ട്രെസ്, ഒരു സിംഗർ ആ ഒരു പ്ലാറ്റ്ഫോമിൽ എടുക്കുന്ന സ്ട്രെസ്സിനെ കുറിച്ച് അറിയില്ല. സോ കുഡ് യു പ്ലീസ് അത് ഒരുപാടുണ്ട്. കാരണം നമ്മള് ഒന്നാമത്തെ കേസ്, നമ്മള് പാടുന്ന ഒരാളാണെങ്കിലും ഒരു പാട്ട് അതിന്റെ എക്സാക്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിലിങ്ങോട് കൂടി നമ്മൾ പാടുക എന്ന് പറയുന്നത് വലിയൊരു ടഫ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. അപ്പൊ നമ്മളത് ഓൺ സ്റ്റേജിൽ കൂടി പാടുമ്പോൾ ഇത്ര വലിയ ലെജൻസിന്റെ മുന്നിൽ നിന്ന് പാടുമ്പോഴും അത് അതിലും വലിയൊരു ചലഞ്ചാണ്. പിന്നെ ഈ പാട്ട് നമുക്ക് അത്രയും നന്നായി പാടണമെങ്കിൽ നമ്മൾ അത്രയും നന്നായി പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശബ്ദത്തിന് തൊണ്ടയ്ക്കും അത് വീണ്ടും ഓവർ സ്ട്രെയിൻ വന്നിട്ട് തൊണ്ടയ്ക്ക് വീണ്ടും പ്രശ്നങ്ങളാവും. അപ്പൊ ഒരു ഫൈൻ ബാലൻസിലാണ് നമ്മളിങ്ങനെ പോകും. അപ്പൊ എനിക്ക് തന്നെ ഷോയിൽ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഓവർ സ്ട്രെയിൻ ആയിട്ട് എനിക്ക് തന്നെ ഷോയിൽ പലപ്പോഴും ഞാൻ ആഗ്രഹിച്ച പോലെ പാടാൻ പറ്റാത്ത പെർഫോമൻസസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോട്ട് ഓഫ് എന്താ പറയാ വർക്ക് ആൻഡ് എഫേർട്ട് ഗോസ് ഇൻ ടു ദിസ്. പിന്നെ നമുക്ക് മെന്റേഴ്സിന്റെ ആണെങ്കിലും അവിടുത്തെ ക്രൂവിന്റെ ആണെങ്കിലും എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ടും അവരുടെ നല്ലൊരു അപ്രീസിയേഷൻ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തിങ്സ് ആർ ലിറ്റിൽ ബിറ്റ് മോർ എന്താ പറയാ ഈസിയർ. പാടിയതിൽ ഇത്രയും പാട്ടുകളിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്തു, എന്തും എനിക്ക് 100% കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലൊരു പാട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഐ തിങ്ക് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾക്ക് ഈ 100% കൊടുത്തു നമുക്ക് എഫേർട്ടിന്റെ ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റും 100%. പക്ഷെ ഈവൻ തന്നെ നമ്മൾ അവിടെ വന്ന് പാടുന്ന ഒരു 5 മിനിറ്റിന്റെ ബേസിസിലായിരിക്കില്ല. ഇപ്പൊ നമ്മുടെ യോഗം പോലെ ഇരിക്കും. നമ്മൾ നന്നായി പാടിയാൽ ആ ഒരു നമ്മുടെ ലക്കിനനുസരിച്ച് ചിലപ്പോൾ നന്നായിട്ട് പാടാൻ പറ്റുന്ന. ഇപ്പം നേരെ മറിച്ച് ഒരു പണി കൊടുക്കാതെ അത്രയും എഫേർട്ട് കൊടുക്കാതെ വന്ന് പാടിയ പാട്ട് ചിലപ്പം ഗോൾഡൻ സ്റ്റാർ അടിച്ച് നമ്മള് ഞാനങ്ങനെ വിചാരിച്ചത് ഇതെന്താ ഇങ്ങനെ ഞാൻ വരെ വിചാരിച്ചു. എന്നാ നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടും പക്ഷെ നമ്മൾ ആഗ്രഹിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്ത പാട്ടുകളും ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് അത് ഇറ്റ്സ് വെരി ഹാർഡ് ടു എന്താ പറയാ അങ്ങനെ അതിനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റാർ സിംഗറിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്, വൺ മൊമെന്റ് യു ചെറിഷ് ഫോർ എവർ, ഒരിക്കലും ഞാൻ മറക്കില്ല എന്നുള്ള ഒരു മൊമെന്റ് പറയാം. വാട്ട് ഈസ് ദ സ്റ്റേജ്? ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്ന മൊമെന്റ് എന്റെ ഇതേവരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു. അത് ഞാൻ ഡ്യുവറ്റ് ഈ 1-on-1 റൗണ്ടിൽ കൃഷ്ണശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ കൂടെ പാടിയൊരു സോങ് ഉണ്ടായിരുന്നു. ആ സോങ്ങിന് അത് ഭയങ്കര അപ്രീഷിയേഷൻ കിട്ടിയ ഒരു പാട്ടാണ്. യെസ്, ആ സോങ്ങിന് ചിത്രാമ്മ വയ്യാത്ത കൈ വെച്ച് ചിത്രാമ്മ പാവം അവിടെ നിന്ന് എണീറ്റ് വന്ന് റാപ്പ് നടന്നു വന്ന് ഞങ്ങളുടെ സ്റ്റേജിൽ വന്ന് ഞങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അതെന്നെ എനിക്ക് വലിയൊരു അംഗീകാരമാണ്. എനിക്ക് വലിയൊരു എന്താ പറയാ ബഹുമതിയാണ്. കാരണം അങ്ങനെ ഒരാള് അവിടെ നിന്ന് എണീറ്റ് വന്ന് ഇവിടെ വന്ന് നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും വയ്യാത്ത കൈ വെച്ചിട്ട്. അപ്പൊ അത് ഭയങ്കര ഞാൻ ഒരിക്കലും മറക്കില്ല ആ ഒരു മൊമെന്റ്. ഇനി സ്റ്റാർ സിംഗറിൽ വന്നു, ഇനി മുന്നിലേക്കുള്ള വഴി ആസ് എ പ്രൊഫഷണൽ മ്യൂസീഷ്യൻ എന്താണ് ദിൽരാജിനുള്ളത്? ഇനി എനിക്ക് മുന്നിലേക്ക് വീണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാളാണോ? അങ്ങനെയില്ല. ഞാൻ കൂടുതലും ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ഫ്ലോയിൽ വന്നതാണ് ആക്ച്വലി സ്റ്റാർ സിംഗറിലേക്ക്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ന് ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു നല്ലൊരു മ്യൂസീഷ്യൻ ആവാം, നല്ല മ്യൂസിക് പബ്ലിഷ് ചെയ്യാൻ പറ്റുക, അത് കേട്ട് എനിക്ക് നല്ല ആൾക്കാരെ മൂവ് ചെയ്യാൻ പറ്റുക, അവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുക. ഇപ്പം ഒരാൾ വന്നിട്ട് ചേട്ടൻ്റെ പാട്ട് കേട്ടു, ഞാൻ ആ ചേട്ടൻ്റെ പാട്ട് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയി, ഞാനൊരു മ്യൂസിക് ചെയ്യാൻ, ഞാനൊരു മൂവി ചെയ്യാം. അതാണ് വലിയൊരു കാര്യം. നമ്മളുടെ ആർട്ട് ഇവൻച്വലി ഒരാളുടെ സൈക്കിനെ മൂവ് ചെയ്യാൻ പറ്റണം, അതിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റണം. അതൊരു വലിയ പാർട്ടാണ്. നമ്മളൊക്കെ വലിയ ഗോയിങ് ഫോർ എ ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ നമുക്ക് വിഷമം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് മ്യൂസിക്കാണ്. അപ്പോ ഈ ഒരു പോയിന്റിൽ ക്യാൻ യു സിംഗ് ഫോർ us ഒരു പാട്ട്? कोई नहीं मेरा ज़रूरत तेरी लगे ना जिया देखो ना जो सूरत तेरी
तू है तो दिल धड़कता है, तू है तो सांस आती है, तू ना तो घर घर नहीं लगता, तू है तो डर नहीं लगता, तू है तो हम आते हैं, तू है तो मुस्कुराते हैं, कि तेरे बिन सो नहीं सकते, किसी के हो नहीं सकते, तू है तो. വണ്ടർഫുൾ. ഇത് എൻ്റെ ഫേവറേറ്റ് പാട്ടുകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര സെറീനായിട്ട് കാമായിട്ടുള്ള ഒരു സോങ് ആണിത്. Yes. ഈ ഒരു ജേർണിയിൽ ആദ്യത്തെ ഗുരു ആരായിരുന്നു മ്യൂസിക്കിൽ? എൻ്റെ ആദ്യത്തെ ഗുരു സുമ ഉണ്ണികൃഷ്ണൻ ടീച്ചറാണ്. ഞാൻ ബഹ്റൈനിലായിരുന്നപ്പം എന്നെ ആദ്യം സംഗീതത്തിന് ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന ടീച്ചറായിരുന്നു. ആൻഡ് ഒരു ലക്ക് എന്നിരിക്കട്ടെ, ഞാൻ ഈ എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ ഏറ്റവും ചെറിയ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പെർഫോമൻസിന് കാഴ്ചക്കാരായിട്ട് വന്നിരിക്കാനും ടീച്ചറിന് സാധിച്ചു. അത് എനിക്ക് വലിയൊരു എന്താ പറയുക, വലിയൊരു അനുഗ്രഹമാണ്. ടീച്ചറുടെ മുന്നിൽ പാടാൻ പറ്റി, അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി, ടീച്ചറുടെ മുന്നിൽ വെച്ചിട്ട് ചിത്രാമ്മയുടെ നല്ല അപ്രീസിയേഷൻ കേൾക്കാൻ പറ്റി. ഈ മിക്ക ഈ പറയുന്ന റിയാലിറ്റി ഷോസും കഴിഞ്ഞു വരുന്ന ആൾക്കാർക്കൊരു അങ്ങനെ ഒരു ട്രോമാറ്റിക് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഈ ചാനലിലുള്ള ക്രൂ ആയിട്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇത് ഈ ഒരു സെൽഫ് കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യാതെ നിങ്ങളെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ ഒരു ക്രൂ ആയിരിക്കും. യെസ്, അതെ. നമുക്കിപ്പം എന്ത് പ്രശ്നമാണെങ്കിലും, എന്ത് ഇമോഷണലി ആണെങ്കിലും അല്ലെങ്കിൽ കോമ്പറ്റീഷൻ റിലേറ്റഡ് ആണെങ്കിലും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അവരോട് ചെന്ന് അത് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അവരത് വന്ന് സോർട്ട് ചെയ്ത് തരുകയും ചെയ്യും. നമുക്ക് അങ്ങനെ നാച്ചുറലി യെസ്, നമ്മളിപ്പം പെർഫോമൻസ് ഡൗൺ ആയാൽ നമ്മൾ നാച്ചുറലി ഒന്ന് ഡൗൺ ആവും. പക്ഷേ അത് നമ്മുടെ പെർഫോമൻസസിനെ എഫക്ട് ചെയ്യാതെ നോക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. പിന്നെ നമുക്ക് അതല്ലാതെ റിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നാച്ചുറലി വി കൻ ഓൾവേസ് ഗോ ആൻഡ് ടോക്ക് ടു ദം. അതിനുള്ള സ്പേസ് എപ്പോഴും ആണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സിനെ മീറ്റ് ചെയ്തു അല്ലേ? ഇപ്പം അതിലിപ്പോൾ പറഞ്ഞ പോലെ ചിത്ര മാമാണ് എടുത്തു പറഞ്ഞൊരു പേര്. അതുപോലെ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോമിൽ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഓരോ സിംഗറിനെ മീറ്റ് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? നമ്മുടെ മെയിൻ സ്കൂൾ ഓണേഴ്സാണ് സിത്താര ചേച്ചിയും വിത്ത് ചേട്ടനും. അവരെ കാണുന്നത് തന്നെ വലിയൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ആൻഡ് നമ്മള് ഇന്നലെ കണ്ട് ബൈ ബൈ പറഞ്ഞ് പിറ്റേ ദിവസം വന്ന് കാണുമ്പോൾ എങ്ങനെയാണോ പെരുമാറുന്നത്, അങ്ങനത്തെ ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നേച്ചറിലാണ് അവർ സംസാരിക്കുക. അപ്പൊ നമുക്ക് എപ്പോഴും ആ ഒരു ഫെമിലിയാരിറ്റി ഇപ്പോഴും അവരോട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിത്രാമ്മ നാച്ചുറലി യെസ്, ചിത്രാമ്മ എന്ന് പറയുന്നൊരു ലെജൻഡ് കാണാൻ കിട്ടുമെന്ന് തന്നെയുള്ളൊരു ഇതിലാണ് നമ്മൾ. ഈവൻ ഇഫ് വി വർ മ്യൂസീഷ്യൻസ് കാണാൻ കിട്ടുമോ എന്ന് പോലും നമ്മള് അതൊരു ഡ്രീം എന്നുള്ള പോലെ നിന്നിരുന്ന കാര്യമാണ്. ഈവൻ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റ് ഓഡീഷന് കയറിയിട്ട് എനിക്ക് 3 സോങ് ആയിരുന്നു പാടാനുണ്ടായിരുന്നത്. 3 സോങ് 4 മിനിറ്റ്സിന്റെ ഒരു ടൈം ഫ്രെയിമിൽ പാടി തീർക്കണം. ഫസ്റ്റ് സോങ് മെലഡി, സെക്കൻഡ് സോങ് സെമി ക്ലാസിക്കൽ, തേർഡ് സോങ് ഫാസ്റ്റ് നമ്പർ ആണ്. നമ്മുടെ ഒരു വെർസാറ്റിലിറ്റി കാണിക്കുക എന്നുള്ളൊരു പോയിന്റിലാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ മെലഡി പാടി നമുക്ക് നമ്മൾ എലിജിബിൾ ആണ് സെലക്ഷന് വേണ്ടിയിട്ട്. അത് സെമി ക്ലാസിക്കൽ പാടിയപ്പോൾ ഞാൻ സിത്താര ചേച്ചിയുടെ സ്കൂളിലേക്ക് എടുത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് നമ്പർ പാടിയപ്പോൾ എല്ലാവരും കയറി വന്നു, ചിത്രാമ്മയും കയറി വന്നു. അപ്പം ഞാൻ അതുവരെ ഇങ്ങനെ കണ്ടടിച്ച പാടാണ്, നമ്മുടെ മെലഡിയും സെമി ക്ലാസിക്കലും പാടാണ്. പിന്നെ പതുക്കെ നമ്മുടെ ഫാസ്റ്റ് നമ്പർ ഹമ്മ ആ സോങ് പാടി. ഹമ്മ പാടി വന്നപ്പോൾ ചിത്രാമ്മ നടന്നു വരുന്നതൊക്കെ ഞാൻ കാണുന്നില്ല. ഞാൻ അവിടെ ഇവിടെ ഒക്കെ നോക്കി ഞാൻ പാടായിരുന്നു. കാരണം ക്യാമറ വരുന്നു, ജിബ് വരുന്നു, അപ്പൊ ക്യാമറയിലേക്ക് നോക്കി പാടുന്നു. ഞാനിവിടെ ചിത്രാമ്മ എന്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ അയ്യോ ചിത്രാമ്മ വന്നിട്ടുണ്ടല്ലോ. പിന്നെ അവിടുന്ന് എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം, പാട്ട് നിർത്തണോ, ചിത്രാമ്മയുടെ കാല് തൊടണോ ഒന്നും അറിയില്ല. ഞാൻ ലാസ്റ്റ്
ഇങ്ങനെ പിടിച്ചിരുന്ന് പാടി. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഹമ്മ ഹമ്മ മറ്റേ തൊഴിലയോടെ ഇങ്ങനെ നിന്ന് പാടുന്നത്. പിന്നെ ഉഷാദീദി വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മൺസൂൺ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എപ്പിസോഡിന്. ഉഷാദീദി ഇത്രയും എന്താ പറയുക 76 78 തോന്നുന്നു. പക്ഷേ ആള് വന്ന് ആള് ആ സ്റ്റേജ് കമാൻഡ് ചെയ്യാന്നുള്ളൊരു ഓറയുണ്ട്. എക്സാക്ട്ലി. ഒരു when she was on stage അത് പെർഫോം ചെയ്യുമ്പോൾ ആ കമാൻഡ് ചെയ്യാനുള്ളൊരു പവറും എല്ലാം ഉണ്ട്. ദാറ്റ് വാസ് അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓൾ ടുഗദർ. എന്നാൽ അറ്റ് ദ സെയിം ടൈം പുള്ളിക്കാരി ഇങ്ങനെ മാറിയിരുന്നപ്പോഴും ഞാൻ ഫോട്ടോ എടുത്തോണ്ട് വൈ നോട്ട് പ്ലീസ്, ഭയങ്കര മൈൽഡ് മാനർ, ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് വന്ന് സംസാരിക്കുന്ന ഒരു ഭയങ്കര ഒരു അടിപൊളി ഒരു ഓറയുള്ള ഒരു പേഴ്സണാണ്. The moment she's on stage, നമ്മൾ entirely different person. And ഒരു ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടൊരു പെർഫോമൻസ്, ഒരു ഇതാണ് വൈബാണ് പുള്ളിക്കാരി ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഇത്രയും ചെറുപ്പുള്ള യൂത്ത് പിള്ളേരും പെൺകുട്ടികളൊക്കെ ഉള്ളപ്പോഴും ഈ ഒരു ആൾക്കാരെ ഇളക്കാനുള്ള ഒരു പവർ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഓഡിഷനിൽ പാടിയ ഒരു പാട്ട് നമുക്ക് വേണ്ടി പോകുന്നു. ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മര മധുരം നുകരാം ഞാൻ, മാസ്മര മധുരം നുകരാം ഞാൻ. ഇപ്പൊ നമ്മൾ ഈ സ്റ്റാർ സിംഗറിലേക്ക് തന്നെ തിരിച്ചു വരാം. സ്റ്റാർ സിംഗറിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ലൈഫിലുണ്ടായ ആസ് എ പേഴ്സൺ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് ആരാധകരുണ്ട്, ദിവസവും വന്ന് മീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിലുപരി എന്താണ് ലൈഫിൽ വന്നൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം? പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ നാച്ചുറലി ഒരു പബ്ലിക് ഒരു ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ വി ഹാവ് ടു എന്താ പറയുക, നമ്മളുടെ പോരായ്മകളുടെ പേഴ്സണാലിറ്റിയിലെ ട്രേറ്റ്സ് എല്ലാം നമ്മൾ മാറ്റി അത് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണല്ലോ. പിന്നെ ത്രൂ ഔട്ട് ഒരു പബ്ലിക് സ്ക്രൂട്ടനിയിലാണ് നിൽക്കുക വെൻ യുവർ ലൈഫ്. അപ്പോൾ അവിടെ ഓരോ കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു ഒരു പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്നതായിട്ട് ഇതിലൊരു പോയിന്റിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എല്ലാവരും നമ്മുടെ ഇങ്ങനെ സെലിബ്രിറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ആരും വന്നാലും ഞാൻ നോർമലായിട്ട് തന്നെ സംസാരിക്കുന്നു. കാരണം ഐ നോ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. നമ്മൾ എത്രയൊക്കെ ഉയർന്നാലും നമ്മൾ കേട്ട് വന്നിട്ടുള്ളത് ഇതിക്കും മേലെ പാടി വെച്ചിട്ടും ഇതിക്കും മേലെ ഉയരങ്ങൾ കീഴടക്കി കഴിഞ്ഞിട്ടുള്ള വലിയ വലിയ ലെജൻസിനെയാണ്. അപ്പം അവരൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ ഇത്തിരി ചെറിയൊരു വിജയം കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും കാണിക്കാനില്ല, നമുക്ക് ഒരു ചാടിനാനും അത് വി ഡോണ്ട് ഡിസേർവ് ദാറ്റ്. അപ്പോ ഞാൻ അങ്ങനെ ഒരു എനിക്കെല്ലാം പൊതുവെ ഞാനെല്ലാം നോർമലി ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ തോന്നും. പിന്നെ കുറെ കൂടി എനിക്ക് തോന്നുന്നു പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് സിംഗിങ് കുറച്ചും കൂടി ബെറ്റർ ആക്കുക, കുറെ കൂടി ടെക്നിക്കാലിറ്റീസ് നമുക്ക് നന്നാക്കാൻ പറ്റുക, കുറെ കൂടി റീപോളിഷ് ചെയ്യുക. How do you choose a song? ഇത് വീട്ടിൽ പാടാനായിട്ടുള്ള സോങ് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? നമുക്ക് റൗണ്ട്സ് തരുമ്പോൾ we'll have ഒരു ഡിസ്കഷൻ വിത്ത് our mentors. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു ലിസ്റ്റ് ഓഫ് സോങ്സ് ഇങ്ങനെ തയ്യാറാക്കും. എന്നിട്ട് അത് കൊടുത്തിട്ട് അതിൽ നിന്ന് നല്ലൊരു സോങ് ആയിരിക്കും നമുക്ക്. ക്ലാഷസ് വരാറുണ്ടോ? ഇല്ല, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് ഓഫ് സോങ്സ് തന്നെ കൊടുക്കുന്നു. പിന്നെ അങ്ങനെ ക്ലാഷ് ഇപ്പം ഒരാള് വന്നിട്ട് ഞങ്ങൾ ഒരേ പാട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കണ്ടസ്റ്റൻസ് തന്നെ വിളിക്കും കേട്ടോ. അപ്പം ചേട്ടാ ആ പാട്ട് പാടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മള് സഹകരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഇല്ല നീ പാടണ്ട അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ല.
പറഞ്ഞു സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ്സിന്റെ ഈ ഒരു നോളജ് ആ ഒരു മേഖലയിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് മ്യൂസിക് തിയറിയിൽ നല്ലൊരു നോളജ്, ഒരു ഗ്രാഹ്യം കിട്ടും. ഒരു റൂട്ട് നോട്ട് കോഡ് വായിക്കുമ്പോൾ അതിന്റെ റൂട്ട് നോട്ട് എന്താ, അതിന്റെ തേർഡ് എന്താ, അല്ലെങ്കിൽ പിന്നെ സ്കെയിൽസിന്റെ കുറെയൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. നെക്സ്റ്റ് കോഡ് എവിടെ വരുന്നു, അതിനനുസരിച്ച് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാനും എളുപ്പമാണ്. എന്തായാലും ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഈ ഒരു ഇൻസ്ട്രുമെന്റ്. അതല്ല, ഞാൻ സീരിയസ്ലി മ്യൂസിക് അല്ലെങ്കിൽ സിംഗിങ് ടേക്കപ്പ് ചെയ്യുന്ന എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന എല്ലാ സ്റ്റുഡൻസും അല്ലെങ്കിൽ ആൾക്കാരോട് ഞാൻ പറയാറുള്ളത് ഇതാണ്: ഇൻസ്ട്രുമെന്റ് പറ്റുവാണെങ്കിൽ ഇൻസ്ട്രുമെന്റ് നിങ്ങൾ പിക്കപ്പ് ചെയ്യൂ, ബിക്കോസ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇൻ ദ ലോങ് റൺ. ഇനി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, ഇപ്പൊ ഗിറ്റാർ അത്യാവശ്യം അറിയാവുന്ന, ഇനി ഈ ഒന്ന് രണ്ട് ഇൻസ്ട്രുമെന്റ്സും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണോ തോന്നിയിട്ടുള്ളത്? കീബോർഡ്, പിയാനോ, പിന്നെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് പഠിച്ചപ്പോൾ എനിക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റി. ന്യൂ ഏജ് മ്യൂസിക് ഡയറക്ടേഴ്സിൽ വണ്ടർഫുൾ മ്യൂസിക് ഡയറക്ടർ ഇൻ ഇന്ത്യ എന്ന് തോന്നിയിട്ടുള്ള ഒരു പേഴ്സണാണ്. ന്യൂ ഏജിലെ കറന്റ്ലി ദിസ് പേഴ്സൺ ഈസ് എ ഫേസ് ഓഫ് ഇന്ത്യൻ മ്യൂസിക് എന്ന് തോന്നുന്ന ഈ ഏജിലുള്ള. ഞാൻ ന്യൂ ഏജ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കേട്ട് വരാറുള്ള ജുബിൻ നൗട്ടിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് ബോളിവുഡില്. ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഹിസ് സോങ്സ് ആൻഡ് എല്ലാം ഒരു സോങ്സ് ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് അറിയുണ്ടാവില്ല ചിലപ്പോ പേര് പറയുമ്പോ. ഈ സോങ്സ് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ഒരു ഫീൽ ഗുഡ്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ന്യൂ ഏജ് ഇങ്ങനെ കേൾക്കൽ കുറവാണ്. പൊതുവെ ഞാൻ പഴയ പാട്ടുകളും എൻ്റെ എന്താ പറയാ സുവർണ കാലഘട്ടത്തിലെ പാട്ടുകൾ ഞാൻ കൂടുതലും കേൾക്കാറ്. സിനിമ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ പാട്ട് ഞാനിത് കേട്ട് 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 ആ ഒരു കൊതി തോന്നിയിട്ട് സിനിമ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ? I think ആഷിഖി 2 ആണത്. ആഷിഖി 2 ഇതുപോലൊരു റെവല്യൂഷണറി ഇതായിരുന്നു. ഈവൻ ഐ തിങ്ക് അരിജിത് സിംഗിന്റെ ഒരു മറ്റേ തുടക്കം എന്ന് വേണേൽ പറയാൻ തോന്നുന്നു. ലൈക്ക് ഒരു വലിയ ബൂസ്റ്റ് കൊടുത്തത് ആ സോങ്ങാണ്. അത് ഞാൻ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുമ്പോഴായിരുന്നു അത് അറിയുന്നത്. അതിങ്ങനെ പാട്ടുകള് ആ ടൈമിലെ പാട്ടുകൾ എല്ലായിടത്തും അത് തന്നെയാണ്. തുമിഹോ അല്ലെങ്കിൽ ചാഹുമേയാന അല്ലെങ്കിൽ അപ്നെ കരം സുൻ രഹാ ഹൈ തൂ. അത് ഞാനത് കോളേജിൽ പാടി ഭയങ്കര ആളായിട്ടുണ്ട്. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा, तुझसे जुदा अगर हो जाएंगे तो खुद से ही हो जाएंगे जुदा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम हो चैन भी मेरा दर्द भी मेरी आशिकी, अब तुम हो. ലാസ്റ്റ് ഷെഡ്യൂളില് മോഹൻലാൽ സർ വാസ് ദേർ. അപ്പം ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റി നമ്മളടുത്ത് പറയാമോ? അത് ഭയങ്കര സറിയലായിരുന്നു. ലൈക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ എനി പേഴ്സൺ, എനി മലയാളി ആ ഒരു പേര് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഭയങ്കരമാണ്. അപ്പം അങ്ങനെ ആള് നേരിട്ട് കണ്ടപ്പോ ഉണ്ടായ എക്സ്പീരിയൻസ് ഉണ്ട്. അയ്യോ, അതാ ഭയങ്കര എല്ലാവരും ഷോക്കായിരുന്നു. അത് ഇൻഫാക്ട് അക്ബർ ഖാന്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ തലക്ക് ഇങ്ങനെ കഴിച്ചിട്ട് എന്താടാ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു മൂമെന്റ് ആയിരുന്നു എല്ലാവരും. നമുക്ക് അന്നേരം ഒരു റൂമറൊക്കെ ഉണ്ടായിരുന്നു, ലാലേട്ടൻ വരുമായിരിക്കും അപ്പോൾ വരും എന്നിങ്ങനെ പറഞ്ഞ് കേട്ടു. പക്ഷെ എന്നാലും വെറുതെയായിരിക്കും അങ്ങനെ ചുമ്മാ നമ്മളെ ഇതാക്കാനൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് LED തുറന്നു വരുമ്പോൾ പുള്ളി ഇറങ്ങി വരുമ്പോ അത് വലിയൊരു എല്ലാരും ശരിക്കും നിർത്താതെ കൈയടിച്ച് കുറെ നേരം അവിടെ നിന്നിട്ട്. അതും ആ എംബ്രാൻ സോങ്ങിന്റെ ഒരു
എൻട്രിയിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ദാറ്റ് വാസ് വേറൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. യു ഹാഡ് ടു ബി ദർ. ആ ഒരു വൈബാണ്. ഇതിനു മുമ്പ് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇത് മുമ്പ് മൂവീസിലൊക്കെ അത്യാവശ്യം എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അതിനെപ്പറ്റി ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചില്ല അധികം. ഞാന് ആക്ച്വലി ഒരു മുന്നത്തെ റിയാലിറ്റി ഷോ ഒരു റണ്ണറപ്പ് ആയതിനു ശേഷം പിന്നെ ഒരു 10 years ഞാൻ പിന്നെ കുറച്ചും കൂടി ടെക്നിക്കാലിറ്റിയിൽ പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ ഒരു വഴിയായിരുന്നു ഈ മ്യൂസിക് പ്രൊഡക്ഷൻ. അപ്പം മ്യൂസിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ്, അപ്പം ഓർക്കസ്ട്രേഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് കുറച്ച് നല്ലൊരു കമ്പം. അങ്ങനത്തെ ഒരു ഇതില് ആക്ച്വലി പഠിക്കാൻ തുടങ്ങിയതുമാണ് ഗിറ്റാർ. പിന്നെ ഗിറ്റാർ കുറച്ചും കൂടി സെൻട്രൽ സ്റ്റേജ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മള് ഈ സിനിമയിൽ കാണുന്ന പോലെ ജനറലൊക്കെ ഭയങ്കര ശബ്ദമാണ്. കേൾക്കില്ല. ട്രൈ ചെയ്തിട്ടുണ്ട് ഇല്ല, അങ്ങനെയല്ല. ട്രൈ ചെയ്യാൻ മാത്രം ഒരു പെൺകുട്ടീനെ കിട്ടിയില്ല. പക്ഷെ ലൈക്ക് നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ എന്ന് പറയുമ്പോഴേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഫ്രണ്ട്സ് സർക്കിളില് ഒരാൾക്ക് പാട്ട് പാടാൻ അറിയെങ്കിൽ അവന്റെ കഷ്ടകാലമാണ്. എന്ത് പരിപാടിക്കും ആ ഒരു പേഴ്സണെയാണ് പാട്ട് പാടാൻ വിളിക്കുന്നത്. സോ അങ്ങനെ എക്സ്പീരിയൻസസ് ഉണ്ടോ? പാട്ട് പാടാത്ത ഫ്രണ്ട്സ് സർക്കിളിൽ പോയിട്ട് പാടി 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 മടുത്ത എക്സ്പീരിയൻസ് എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഇല്ല. അല്ല, പാടിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ മടുപ്പ് ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോഴത്തേക്ക് എന്റെ കൂടുതലും ഫ്രണ്ട്സ് സർക്കിൾസ് എന്ന് പറയുന്നത് തന്നെ മ്യൂസീഷ്യൻസ് ആണ്. അപ്പൊ അവരുടെ വീണ്ടും പാടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എല്ലാവരും പ്രോഗ്രാംസിനും അതുപോലെ സ്റ്റേജ് ഷോസിനൊക്കെ പോയി പാടി കേൾക്കുന്ന കൂട്ടരാണ്. ഇത് നമ്മളുടെ ചോദ്യമല്ല, ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ്. ദിൽരാജ് എന്നാണ് പേര്. ഈ പേരോട് എപ്പോഴും ട്രോള് കിട്ടിയിട്ടുണ്ടോ? കോളേജില് സ്കൂളിലെപ്പോഴും എല്ലാവരും തന്നെ ദിൽരാജ് എന്നൊക്കെ തന്നെ വിളിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു കോളേജിലാണ് ഫസ്റ്റ് ട്രോൾ വരുന്നത്. അതായത് ദിൽരാജ് എന്ന് വിളിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം രാജൻ ലോപിച്ച് രായനായി. എടാ രായ എന്നായി ലാസ്റ്റ്. എടാ രായപ്പം രായെന്ന് വിളിച്ചെങ്കിൽ എനിക്ക് ഉറപ്പാണ് കോളേജിന്റെ കൂടെ പഠിച്ച ഏതോ തന്നെയാണെന്ന് അറിയാം. ബട്ട് അതാണ് എനിക്ക് പേരുകൊണ്ട് കൂടുതലും ഉണ്ടായത്. ഇനി അപ്ഡേറ്റ്സ് പുതിയ പ്രോജക്ട്സിനെ പറ്റി അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കവർ സോങ്സ് വരാനുണ്ടോ? എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരാനുണ്ട്. ആക്ച്വലി കുറച്ച് കവർ സോങ്സ് ഒക്കെ വരാനുണ്ട്. അതുപോലെ തന്നെ ഒരു ഓണം സോങ്, ഒരു ഫങ്ക് മോഡിലൊരു ഓണം സോങ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഷൂട്ട് ആവാൻ പോകുന്നുള്ളൂ. അത് ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് തന്നെ ഇറങ്ങും. നന്നായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് ഈ ഒരു മ്യൂസിക്കൽ ജേർണിയിലേക്ക് വരുമ്പോഴത്തേക്ക് ടേണിംഗ് ബാക്ക്, ആ ബഹ്റൈനിലുള്ള ആ ഒരു കുട്ടിയോട് എന്തായിരിക്കും പറയാ? വിൽ ഗോ ബാക്ക്, ടേൺ ടൈം, എന്തായിരിക്കും പറയാ കുട്ടിയോട്? കുറച്ചും കൂടി നന്നായിട്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യണം ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഞാൻ വളരെ ലേറ്റ് ആയിട്ടൊക്കെയാണ് കുറെയൊക്കെ കാര്യങ്ങളും അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയത്, തിരിച്ചറിഞ്ഞത്. ആൻഡ് ഐ വിഷ് ദാറ്റ് ഐ ഡൺ ദാറ്റ് ബിഫോർ. പക്ഷേ നെവർതheless നമ്മള് വി ഗോ ഓൺ മൂവ് ഫോർവേഡ്. അത്രേ ഉള്ളൂ. ക്രിറ്റിസിസംസ് ഭയങ്കര കൂടുതലായിരിക്കും. ജഡ്ജസിന്റെ ഭാഗത്തു നിന്നായിരിക്കും, ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നായിരിക്കും. പാട്ടിനെ പറ്റി ഒന്നും അറിയില്ലാത്ത ആൾക്കാർ പോലും വന്ന് പറയുന്നുണ്ട്. കാരണം ഇവർ ഈ വർഷങ്ങളായിട്ട് ഈ പാട്ട് കേട്ടിട്ട് അവർക്ക് പോലും അറിയാം ഈ പാട്ട് എങ്ങനെയാണ് പാടേണ്ടതെന്നുള്ളത്. അപ്പം ഈ ക്രിറ്റിസിസംസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഭയങ്കര ടഫ് ടാസ്ക്കാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം നമ്മളെ അറിയുന്നവരും അറിയാത്തവരുമായി എല്ലാവരും വന്നിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. ഒരു പോയിന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് ഹൗ ഡു യു ഹാൻഡിൽ ചെയ്ത്? ഭയങ്കര ടാസ്ക് അല്ലേ ക്രിറ്റിസിസംസ്? ഇപ്പം വളരെ എവിഡന്റ് ആയിട്ടുള്ള തെറ്റുകളാണെങ്കിൽ നാച്ചുറലി നമുക്ക് എക്നോളജ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനും വയ്യത്. അല്ലാത്തത് ഇപ്പം ഫോർ എക്സാമ്പിൾ രാമയില് ഞാൻ പാടിയപ്പം കുറച്ച് പേർക്ക് ഞാൻ ഒരുപാട് കൂടുതൽ ഇംപ്രൊവൈസേഷൻ ചെയ്തു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ക്രിറ്റിസിസം എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ഒരു പെർട്ടിക്കുലർ ക്ലിപ്പ് ഓഫ് ദ സോങ് നോക്കിയിട്ട് ഒരു സോങ്ങിനെ ഫുൾ ആയിട്ട് വിലയിരുത്താൻ പറ്റില്ലല്ലോ. ആ ഒരു ഫുൾ പെർഫോമൻസിൽ ചിലപ്പോൾ നമുക്ക് ഇംപ്രൈസ് ചെയ്ത് ആ ഒരു ഫുൾ പെർഫോമൻസിന്റെ ഒരു ഇതിൽ ആ കോണ്ടാക്സിൽ ചിലപ്പോൾ അത് നന്നായിട്ടുണ്ടായേക്കാം. അല്ലെങ്കിൽ അഗൈൻ അത് ചിലപ്പം
അത് നന്നായിട്ട് ഉണ്ടാവില്ലായിരിക്കാം. അത് ഓരോരുത്തരുടെയും എന്താ പറയാ, they are all entitled to their own opinion. അപ്പം അത് എന്താ പറയാ സബ്ജക്റ്റീവ് ആണ്. സോ അങ്ങനത്തെ നമുക്കൊന്നും എന്താ പറയാ യെസ് ഞാൻ അടുത്തത് ശരിയാക്കാം എന്ന് ഞാൻ പറയുള്ളൂ. ഒരു സിംഗർ എന്നുള്ള രീതിയിൽ പ്ലത്തോറ ഓഫ് സിംഗേഴ്സ് ആയിട്ടാണ് ഓരോ ദിവസവും കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഹു ആർ യു മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ടു? ആരോടാണ് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്? അച്ഛനോടായിരിക്കും. അച്ഛനാണ് ലൈക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലിയിൽ ഞാൻ ഈ മ്യൂസിക്കിലേക്ക് തിരിഞ്ഞത് ചോദ്യം ചെയ്യാത്ത ഏതൊരാള് അച്ഛനായിരിക്കും. പോണെങ്കിൽ പോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. വേണോടാ അമ്മ പോലും ചോദിക്കുക, അല്ലെങ്കിൽ ചേച്ചി വരെ നിനക്ക് വേറെ ഏതെങ്കിലും ജോലി നോക്കിക്കൂടെ. അപ്പം അതൊന്നും വകവെക്കാതെ അല്ലെങ്കിൽ അതൊന്നും ചോദിക്കാതെ അച്ഛൻ പോണെങ്കിൽ പോട്ടെ എന്നുള്ളൊരു മൈൻഡ് എടുത്തിട്ടുള്ളൂ. ഒരിക്കലും എന്താ പറയാ നീ അതിന് പോകണ്ട, അല്ലെങ്കിൽ നീ എന്തിനാണ് അതിന് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഒരിക്കലും ഇതുവരെ ചോദിച്ചിട്ടില്ല. ആൻഡ് ഓൾസോ അദ്ദേഹം ഒന്നും അങ്ങനെ എനിക്ക് ആ ഒരു ഫ്രീഡം തന്നതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നു. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് ഡിസ്പൈറ്റ് അപ്പോൾ നമുക്ക് ഒരു പാട്ടും കൂടെ. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയും മൂടാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, അതികൂടമെന്നൂടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ. പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം, ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാൻ. എന്തായാലും ഈ ഒരു കോൺവെർസേഷൻ ഇന്ന് ഇവിടെ ഉണ്ടായാലും ഐ എം റിയലി ഹാപ്പി ആൻഡ് വി ദ ക്രിയേറ്റീവ് ബെഞ്ച് ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് ടു ഹാവ് യു ഓൺ ദിസ് പ്ലാറ്റ്ഫോം. ആൻഡ് അടുത്ത തവണ നമ്മൾ ഇതുപോലൊരു കോൺവെർസേഷൻ നടക്കുമ്പോൾ ഐ എം വെരി ഷുവർ ദാറ്റ് ഇനി ഒരുപാട് ഇടങ്ങളിൽ എത്തിയിട്ട് നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. ആൻഡ് താങ്ക് യു സോ മച്ച് ഓൺ ദിസ് ക്രൂ ഓഫ് ക്രിയേറ്റീവ് ബെഞ്ച്. താങ്ക് യു സോ മച്ച് ഫോർ coming here and being with us today. And all the best to Creative Bench. Thank you so much.